ചെന്നൈയിലെ പല്ലാവരത്ത് മലിനജലം കുടിച്ച് 3 പേർ മരിച്ചു. ശുചിമുറി മാലിന്യം കലർന്ന വെള്ളമാണ് ഇവർ കുടിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് 30 പേർ ചികിത്സയിലാണ്. കെ.ബി. ശ്രീധരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീധരൻ, വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. 3 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ജലം മലിനമായത്? ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നവരുടെയൊക്കെ നില എന്താണ്? ഹിമ ദിവിഷ, അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി, അല്ലെങ്കിൽ അതിന് ലീക്കേജ് ഉണ്ടായിരുന്നു. അത് ഈ പൊതു കുടിവെള്ളം ലഭിക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകിയിരുന്നു. അതുപോലെ തന്നെ ഓടയിലൂടെയും കാര്യമായിട്ട് ഒഴുകിയിരുന്നു. ഇപ്പോൾ ചെന്നൈയിൽ ഈ വെള്ളപ്പൊക്കം കൂടി ഉണ്ടായപ്പോൾ ഇതെല്ലാം കൂടി കലർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കൂടുതൽ ആളുകൾക്ക് ഛർദിയും അതുപോലെ തന്നെ വയറിളക്കം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായത്. ആളുകളെല്ലാം തന്നെ ക്രോംപേട്ടിലെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. ഏതാണ്ട് 35ഓളം പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിൽ 3 പേർ മരിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ശേഷിക്കുന്ന ആളുകളെല്ലാം തന്നെ ചികിത്സയിലാണ്. ഈ മരിച്ചവരിൽ ഒരാൾ പ്രായമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. നിലവിലേതായാലും മരണം 3 ആയിട്ടുണ്ട്. മന്ത്രി TN അൻബരസൻ പറയുന്ന ഒരു കാര്യം, ഇത് ഒരുപക്ഷെ ഭക്ഷണത്തിൽ നിന്നാകാം രോഗമുണ്ടായത്. അതായത് മലിനജലവും കുടിവെള്ളവും തമ്മിൽ കലർന്നിട്ടില്ല എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ നാട്ടുകാർ പറയുന്നത് ഇതിനെക്കുറിച്ച് ഒരുപാട് കാലമായി ഈ പൊതു കക്കൂസിൽ നിന്നുള്ള മാലിന്യമാണ് ഇങ്ങനെ കുടിവെള്ള സ്രോതസ്സിലേക്കൊക്കെ ഒഴുകിയെത്തുന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ചികിത്സയുള്ള ആളുകൾ നിലവിൽ ആരുടെയും അവസ്ഥ ഗുരുതരമല്ല. പക്ഷേ ഇവർക്കെല്ലാം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ശരി, തീർച്ചയായും ശുചിമുറി മാലിന്യം കലർന്ന വെള്ളം കുടിച്ച 3 പേർക്കാണ് ചെന്നൈ പല്ലാവരത്ത് ജീവൻ നഷ്ടമായത്. ഇപ്പോൾ കുറച്ചുപേർ കൂടി ആശുപത്രിയിൽ തുടരുന്നുണ്ട്. അവർക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ട് എന്നാണ് ശ്രീധരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.